ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിതാ നമ്മളൊരു പേപ്പർ ക്രാഫ്റ്റാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ ഇതുപോലൊരു ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഒന്ന് ചുരുട്ടിയെടുക്കാം കേട്ടോ. നമ്മൾ ഇന്നൊരു ഫ്ലവറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അതായത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് യെല്ലോ കളർ പേപ്പർ, ഒരു ചെറിയ പീസ്. എന്നിട്ട് അതായത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ ആ പേപ്പറിൽ ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റിക്കിലേക്ക് നമ്മൾ സെൻറ്ററിലായിട്ട് വരാൻ പാകത്തിന് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നല്ലപോലെ ഇടയ്ക്കുന്ന പശ തേച്ച് ടൈറ്റായിട്ട് തന്നെ അതൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതവിടെ വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലവർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡ് കളറ് നമ്മുടെ കളർ പേപ്പറാണ് എടുത്തേക്കുന്നത്. അതൊന്ന് നടുവേ ഒന്ന് മടക്കിയതിന് ശേഷം രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ കോണോട് കോൺ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇനി ഈ ഒരു ട്രയാങ്കിളിനെ നമ്മൾ തിരിച്ചൊന്ന് മടക്കി അതുപോലെ തന്നെ വീണ്ടും ഒന്നും കൂടി മടക്കി അങ്ങനെ ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ആക്കിയെടുത്തതിന് ശേഷം ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ അടിയിൽ ഒരു ഹോളും കൂടി ഇടണമായിരുന്നു. അടിഭാഗം ഒന്ന് കട്ട് ചെയ്യണമായിരുന്നു. ഞാൻ ആദ്യത്തേതിൽ അത് ചെയ്യാൻ വേണ്ടി മറന്നുപോയി. അപ്പോൾ എന്നിട്ട് നമ്മൾ കത്രിക വെച്ചിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തേത് ചെയ്തപ്പോൾ ഞാൻ പിന്നെ അടിയിൽ ഹോള് ഇട്ടു കേട്ടോ. എങ്കിൽ മാത്രമാണ് നമുക്കത് അങ്ങോട്ടേക്ക് കയറിയിരിക്കുള്ളൂ. അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം ഇതുപോലെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി രണ്ടാമത്തേതും ഇതുപോലെ തന്നെയാണ് സെറ്റ് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ പശയൊക്കെ തേച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് ടൈറ്റാക്കിയിട്ട് നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടിയിൽ വെച്ച് സെറ്റ് ചെയ്യേണ്ട ആ ഒരു സംഭവമില്ലേ, നമ്മുടെ പൂവിൻ്റെ ഒക്കെ അടിയിലുണ്ടാവില്ലേ, അതാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോണത്. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ഒരു പീസ് ഗ്രീൻ കളർ പേപ്പർ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്തു. ഇനി ഇതെങ്ങനെ ട്രയാങ്കിളായിട്ട് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. ഇത് 2-3 പൂവിന് തികയും കേട്ടോ. നമുക്ക് 3-4 കട്ടിങ് മതി. ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പശയ്ക്ക് തേച്ചിട്ട് ആ ഒരു പൂവിൻ്റെ അടിയിലോട്ട് അതൊന്ന് സെക്യൂർ ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണേ. ഇതുപോലെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം മിച്ചം വന്നത് ഞാനങ്ങ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. നമുക്ക് വേറൊരു പൂവിൽ ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ പൂവ് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ലീഫാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ലീഫിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗ്രീൻ പേപ്പർ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ലീഫ് ഒന്ന് വരച്ച് കൊടുത്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. വെട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ശരിയാകില്ല, അതുകൊണ്ടാണ് വരച്ചിട്ട് ഒന്ന് വെട്ടിയത്. അപ്പോൾ ഇതേ അളവിൽ തന്നെ 2 ലീഫാണ് ഞാൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിൽ പറയുക. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ലീഫ് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഗ്രീൻ ടേപ്പ് ചുറ്റി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ ഒരു പൂവ് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളാണ് കേട്ടോ നമ്മുടെ ചാനലിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ 2 ഫ്ലവേഴ്സാണ് ഞാനിവിടെ ചെയ്തെടുത്തേക്കുന്നത്. ഇങ്ങനെയാണ് ഇത് റെഡി ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.